നിങ്ങൾ വിശ്വാസികളും ശരിക്കും നിരീശ്വരവാദികൾ തന്നെയാണ്. ലോകത്ത് എത്രയോ ആയിരം ദൈവങ്ങളുണ്ട്. അതിലൊന്നും നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. അതിലൊരു ദൈവത്തെ മാത്രമാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ ഒരു പടി കൂടി കടന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവത്തെയും കൂടെ ഞങ്ങൾ തള്ളിക്കളയുന്നു. ഞങ്ങൾ ഒരു ദൈവത്തെയും കൂടെ കുറച്ചങ്ങ് വിശ്വസിക്കുന്നു, അത്രയേ ഉള്ളൂ. ഈ വിശ്വാസികൾക്കൊന്നും ഒരു സയന്റിഫിക് ടെമ്പറിലല്ലോ എൻ്റെ ഡിങ്ക ഭഗവാനേ. നിങ്ങളുടെ ഈ വാദം ഒറ്റ നോട്ടത്തിൽ വളരെ ക്ലവറായിട്ട് തോന്നുമെങ്കിലും ശുദ്ധ അസംബന്ധമാണ്. ക്രിസ്റ്റഫർ ഹിച്ചൻസ് ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള ഒരു കാര്യമാണ്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് സത്യമാവില്ല, അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് മാത്രം സത്യമാകുന്നതിനേക്കാൾ കൂടുതൽ സാധ്യത അവയിൽ ഒന്നുപോലും സത്യമല്ല എന്നതിനാണ്. അതാണ് കൂടുതൽ യുക്തിപരം എന്നതാണ് അദ്ദേഹത്തിൻ്റെ സയന്റിഫിക് ടെമ്പർ. അതായത് നോട്ട് ഓൾ ഓഫ് ദം ആർ ട്രൂ, സോ നൺ ഓഫ് ദം ഈസ് ട്രൂ. ഈ ലോജിക്കിന്റെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? അതായത് ഒന്നുകിൽ എല്ലാം ശരി അല്ലെങ്കിൽ എല്ലാം തെറ്റ്. ഇതാണ് അദ്ദേഹത്തിന്റെ ലോജിക്ക്. ലോജിക്കിന്റെ മണ്ടത്തരം എന്താണെന്ന് മനസ്സിലാക്കാത്തവർക്ക് ഈ ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾ ഒരു പരീക്ഷ എഴുതുകയാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, 4 ഓപ്ഷൻ ഉണ്ട്. പരീക്ഷ എഴുതുന്ന ഒരു യുക്തിവാദി തൻ്റെ അപാരമായ സയന്റിഫിക് ടെമ്പർ ഉപയോഗിച്ച് അങ്ങ് ചിന്തിക്കുകയാണ്. 4 ഓപ്ഷൻ ഉണ്ട്, ഒന്നുകിൽ ഈ 4 ഓപ്ഷനും ശരി അല്ലെങ്കിൽ 4 ഓപ്ഷനും തെറ്റ്. തൊട്ടപ്പുറത്തിരിക്കുന്ന വിശ്വാസി തൻ്റെ പരിമിതമായ യുക്തി ഉപയോഗിച്ച് ചിന്തിച്ചു, ഇതിലൊന്ന് മാത്രമാണ് ശരി, ബാക്കി 3 ഓപ്ഷൻ ഞാൻ തള്ളിക്കളയുന്നു. അപ്പോൾ നമ്മുടെ സയന്റിഫിക് ടെമ്പർ ഉള്ള യുക്തിവാദി പറഞ്ഞു, നീയും എന്നെ പോലെ തന്നെയാണ്, ബാക്കി 3 ഓപ്ഷൻ നീ തള്ളിക്കളഞ്ഞില്ലേ, ഞാൻ ഒരെണ്ണം എക്സ്ട്രാ ഒന്നുകൂടി തള്ളിക്കളയുന്നു, 4 നിരാകരിക്കുന്നു, നമ്മൾ തമ്മിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. എന്താ സയന്റിഫിക് ടെമ്പർ, അടിപൊളിയല്ലേ? പറയുമ്പോൾ എന്തോ ഭയങ്കര സംഭവമാണെന്ന് തോന്നും, പക്ഷേ പൊട്ടത്തരമാണ്. അത് വേറൊന്നുമല്ല, വളരെ ആധികാരികമായിട്ട് പൊട്ടത്തരം പറയുന്നതിനെയാണ് ഞങ്ങൾ സയന്റിഫിക് ടെമ്പർ എന്ന് വിളിക്കുന്നത് കേട്ടോ.